ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് വ്യൂസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻറ്റേര. ഒരുപാട് നേരം ചാർട്ടിൽ ഇരിക്കാൻ സമയമില്ല, പെട്ടെന്ന് എൻട്രിയും എക്സിറ്റും എടുത്ത് എക്സിറ്റ് ചെയ്യണം. അങ്ങനെയെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോറക്സ് മാർക്കറ്റിൽ സ്കാൽപ്പിംഗ് സ്ട്രാറ്റജി 5 മിനിറ്റ്സിലൂടെ നമുക്ക് പെട്ടെന്ന് എൻട്രിയും എക്സിറ്റും എടുക്കാൻ പറ്റും. പക്ഷേ എല്ലാ സിറ്റിലും സക്സസ് ആവത്തില്ല. അതിനകത്ത് തന്നെ ഇപ്പോൾ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 19th ഡിസംബറിലെ പെർഫോമൻസ് ആണ്. ഇന്നെന്ന് പറഞ്ഞാൽ മോർണിംഗിൽ തന്നെ മാർക്കറ്റ് ബൈയിലേക്ക് കയറി, അത് കഴിഞ്ഞ് വന്ന സെല്ല് റിവേഴ്സ് പോയിട്ടുണ്ട്. പിന്നെ വന്ന ബൈയും നമുക്ക് ഓൾമോസ്റ്റ് 10 പോയിന്റുകൾ നമുക്ക് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ റിവേഴ്സ് പോകുന്ന സിഗ്നൽ പിക്ക് ചെയ്യാൻ പറ്റുന്നത് ഏത് പോയിന്റിലാണ് എക്സിറ്റ് അടിക്കേണ്ടത്, അതേപോലെ സിഗ്നൽ ഏതൊക്കെ സിഗ്നൽ പിക്ക് ചെയ്യാം എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം ഇന്നത്തെ സ്കാൽപ്പിങ്ങിലൂടെ. അതായത് 5 മിനിറ്റ്സ് ട്രേഡ് നമുക്ക് ഫോറക്സിൽ എപ്പോഴും 31 or 4 hour ടൈം ഫ്രെയിമാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് നല്ലൊരു ആക്യുറസി കിട്ടുന്ന ടൈം ഫ്രെയിം. പക്ഷേ നമുക്ക് ചെറിയ ട്രേഡുകൾ നമുക്ക് സ്കാൽപ്പിങ്ങിൽ പിടിക്കാൻ സാധിക്കും. അപ്പോൾ ഒരുപാട് നേരം ചാർട്ടിൽ ഇരിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പെട്ടെന്ന് പ്രോഫിറ്റ് കിട്ടുകയും ചെയ്യാം. അപ്പോൾ ഇന്ന് വന്ന ട്രേഡുകളാണ് കാണിക്കുന്നത്. ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഗോൾഡിൻ്റെ ഇപ്പോഴത്തെ ലൈവ് റേറ്റ് ഇവിടെ കാണാം. ഇത് ലേറ്റസ്റ്റ് വേർഷൻ സ്ട്രാറ്റജിയാണ്. 15 years എക്സ്പീരിയൻസ് ഉണ്ട്. 2009 സ്റ്റാർട്ട് ചെയ്താണ്, ഇപ്പോൾ എടുത്തേക്കുന്നത് ലേറ്റസ്റ്റ് വേർഷനിലാണ്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിൽ കറക്റ്റ് ഇൻഡിക്കേഷൻ കാണിച്ചത്, അതായത് റിവേഴ്സ് പോകുന്ന പോയിന്റ് നമ്മൾ സൈഡ് വേസ് മാർക്കറ്റ് കറക്റ്റ് തിരിച്ചറിയാൻ പറ്റുന്ന സ്ട്രാറ്റജിയിലാണ് നമ്മൾ ലേറ്റസ്റ്റ് വേർഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഗോൾഡിൻ്റെ ഇന്ന് ടോട്ടൽ 3 സിഗ്നൽ ഇതുവരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഒരു ബൈ, പിന്നെ ഒരു സെല്ല്, പിന്നെ ബൈ. 2 ബൈ സക്സസ് ആയിരുന്നു, സെല്ല് സക്സസ് ആയില്ല, സെല്ല് റിവേഴ്സ് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ രാവിലെ വന്ന ബൈ നോക്കുകയാണെങ്കിൽ സിഗ്നൽ വന്നിരുന്ന സമയത്തൊന്നും കൺഫർമേഷൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് സിഗ്നൽ വരുന്ന സമയത്ത് തന്നെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, കാരണം കൺഫർമേഷൻ നോക്കിയിട്ട് വേണം എടുക്കാൻ. അതിന് ക്യാൻഡിൽ കളറും കൺഫർമേഷൻ ബാറും സെയിം ആയിരിക്കണം. കൺഫർമേഷൻ ലേറ്റ് ആകട്ടെ, റെസിസ്റ്റ് ചെയ്യുന്ന ലെവലിൽ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്യണം, നല്ല ആക്യുറേറ്റ് ആയിരിക്കും. അപ്പോൾ റെസിസ്റ്റൻസ് ഇവിടെ ബ്രേക്ക് ചെയ്ത് അടിച്ചു കയറിയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ക്യാൻഡിൽ നമുക്ക് ട്രേഡ് പിടിക്കാം. 2600 എന്ന മാർക്കറ്റ് നല്ല രീതിക്ക് മേളിൽ കയറി 180 വരെ കയറിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബ്രേക്ക് ആയിരുന്നത്. ഓൾമോസ്റ്റ് ഒരു 10-15 പോയിന്റോളം നമുക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പുൾ ബാക്ക് അടിച്ചു, ബാക്ക് ട്രേഡ് വന്നു. ഇവിടെ ഒരു സെല്ലിലേക്ക് കൺവേർട്ട് ആയില്ല, തിരിച്ച് പിന്നെയും കയറി. ഇപ്പോൾ ഇവിടെ രണ്ടാമത്തെ ട്രേഡ് നമുക്ക് കയറാനുള്ള സാധ്യത ഉണ്ടായിരുന്നു, പക്ഷെ ഒരുപാട് പോയില്ല, സൈഡ് വേസ് തന്നു. അപ്പോൾ അഥവാ അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് എക്സിറ്റ് ചെയ്യുന്ന സിമ്പിൾ നമുക്ക് ഓറഞ്ച് കളറിൽ നമുക്ക് അവിടെ സോഫ്റ്റ്വെയർ ഇൻഡിക്കേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, സൈഡ് വേസ് ആണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരുപാട് ലോസ് ഇല്ലാതെ അവിടെ എക്സിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പിന്നെ വന്ന സെല്ല് കൺഫേം ആയിരുന്നു. കൺഫർമേഷൻ വന്ന് സപ്പോർട്ട് അടിക്കാതെ തിരിച്ചു കയറി. അവിടുന്ന് കൺഫർമേഷൻ വന്ന ശേഷം കുറേ നേരം സപ്പോർട്ട് അടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അവിടുന്ന് എക്സിറ്റ് അടിക്കാം. അവിടുന്ന് സോഫ്റ്റ്വെയർ കളച്ചിഞ്ഞും തരും. പക്ഷേ എക്സിറ്റ് നമുക്ക് ഒരുപാട് റിവേഴ്സ് പോകുന്നതിനും അവിടെ എക്സിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് മെസ്സേജ് ഇപ്പോൾ ഇത് കണ്ട ക്രോസ് ഡൗൺ ഇൻ GBP/USD ഡൗൺ ഇറങ്ങുന്നു എന്നുള്ളതിൻ്റെ മെസ്സേജാണ്. അപ്പോൾ അതിന് മെസ്സേജ് ആ സമയത്ത് ഡൗൺ അഥവാ തിരിച്ച് റിവേഴ്സ് അടിക്കുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് മെസ്സേജ് അലേർട്ടായിട്ട് നമുക്ക് തരും സോഫ്റ്റ്വെയർ. ഓക്കെ, അത് കഴിഞ്ഞ് വന്ന ഭയം കൺഫേംഡ് ആയിരുന്നു, കാരണം ആ സമയത്ത് തന്നെ സിഗ്നലിൽ വന്ന സമയത്ത് തന്നെ കൺഫർമേഷൻ താഴേക്ക് വന്നു, റെസിസ്റ്റൻസ് അപ്പം തന്നെ അടിച്ചു കയറി. അപ്പോൾ ഇവിടുന്ന് ധൈര്യമായിട്ട് എടുക്കാവുന്ന സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ് കട്ട് ചെയ്ത്. അവിടെ നിന്ന് 2610 വന്ന് പിന്നെയും നമുക്ക് 22 വരെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ഒരു 10 പോയിന്റ്സ് കിട്ടി. അത് കഴിഞ്ഞ് ബാക്ക് വന്ന് പിന്നെയും കയറി. അപ്പോൾ ഇവിടുന്ന് നെക്സ്റ്റ് ട്രേഡ് പിന്നെയും പിക്ക് ചെയ്ത് 15 നിന്ന് അപ്രോക്സിമേറ്റ് 22 വരെ പിന്നെയും പോയി. അപ്പോൾ ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ 3 ട്രേഡുകളും നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നേരിടുന്നില്ല, കറക്റ്റ് രീതിയിൽ എക്സിറ്റ് ചെയ്യാനും നമുക്ക് പറ്റിയിട്ടുണ്ട്. ഇപ്പം കണ്ടോ ഇവിടുന്ന് ഒരു ഡൗണിഷ് കാണിക്കുന്നത്, പക്ഷെ അവിടെ സെല്ലിലേക്ക് കൺവേർട്ട് ആയിട്ടില്ല. അപ്പോൾ കുറേ നേരം നമുക്ക് ആ സപ്പോർട്ട് അടിക്കുക, അതല്ലെങ്കിൽ തിരിച്ച് ബ്രേക്ക് ചെയ്യാതെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാം. അപ്പോൾ ഒരുപാട് നേരം നമുക്ക് ഹോൾഡ് ചെയ്യാതെ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആ സപ്പോർട്ടും റെസിസ്റ്റൻസും വെച്ച് നോക്കിയിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് കോൺടാക്ട് ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ലൈവ് പെർഫോമൻസ്.